ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്കോ വാനില ക്രീം കേക്കാണ്. ചോക്ലേറ്റ് ഫ്ലേവറും വാനില ഫ്ലേവറും കൂടെ കൂട്ടിയിട്ട് ഒരു അടിപൊളി കേക്കാണിത്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഇത് എഗ്ലെസ് ആണ്, മുട്ട ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/4 കപ്പ് കൊക്കോ പൗഡർ. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒരേപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ഭാഗം പൊങ്ങിയിരിക്കുകയും കുറച്ച് ഭാഗം താഴ്ന്നിരിക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്കിതൊരു അരിപ്പയിൽ കൂടെ 2 തവണ അരിച്ചെടുക്കാം. കേക്ക് ഫ്ലോറിൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ട് കേക്ക് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നനമൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് കുക്കിംഗ് ബട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും മതി, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. പിന്നെ ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപടി ഒരിക്കലും ഉപയോഗിക്കരുത്. അത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കാം. ഇത് ഓൾറെഡി മെൽറ്റഡ് ആണ്, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ പൗഡർ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് നോക്കിയാൽ മതി. കുറച്ച് പാലും പഞ്ചസാരയും സോഡാപ്പൊടിയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 3 പോർഷനായിട്ട് ആഡ് ചെയ്താൽ മതി, ഒറ്റയടിക്ക് ആഡ് ചെയ്യല്ല. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഓരോ തവണ ആഡ് ചെയ്യുമ്പോഴും കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു കേക്ക് ടീൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ തേച്ച് ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ എൻ്റെ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓവനിൽ തന്നെ ചെയ്യണമെന്നില്ല, കുക്കർ വേണമെങ്കിലും ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ കുക്കറിൻ്റെ വാഷറും വിസിലും ഊരി മാറ്റിയിട്ട് കുറച്ച് മണലോ ഉപ്പോ വെല്ലോ ഇട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. എന്നിട്ട് തുറന്നിട്ട് അതിനകത്തൊരു കുഞ്ഞ് സ്റ്റാൻഡോ തിരികെ എന്തെങ്കിലും വെച്ചിട്ട് ഈ കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. പിന്നെ എപ്പോഴെപ്പോഴും തുറന്ന് നോക്കരുത്, അങ്ങനെയാകുമ്പോൾ ഈ കേക്ക് താന്നു പോകും. ഇതൊരു 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയെന്ന് അറിയാൻ ഒരു സ്ക്യൂവർ വെച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി. സ്ക്യൂവർ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ട്. ഇനി ഇത് വെന്തിട്ടില്ലെങ്കിൽ 170 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെച്ച് നോക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക് മാറ്റി വെച്ചിട്ട് വാനില കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ടൊരു അരിപ്പയിൽ കൂടെ 2 തവണ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലോട്ട് 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പൗഡർഡ് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നത് വരെ ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ആണെങ്കിലും മതി. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുട്ടയുടെ ഒരു സ്മെൽ ഉണ്ടാവത്തില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഹാർഡായിപ്പോവും. ഇനി ഇതിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം.
ഇവിടെ ഞാൻ 1/4 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് ഇതിൻ്റെ ടോപ്പ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു കേക്ക് കട്ടർ വെച്ചിട്ടോ ഒരു നൈഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൂലാണെങ്കിലും മതി, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ കേക്ക് കട്ടർ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ബൗളും നൈഫും സ്പാച്ചുലും എല്ലാം അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബൗളിലോട്ട് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് പൗഡർ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഞാനിവിടെ ബേക്കേഴ്സ് വിപ്പിൻ്റെ പൗഡറാണ് എടുത്തേക്കുന്നത്. അത് ഒരു ലോ ടു ഹൈ സ്പീഡിൽ 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്യണം. ഇപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇത് ശരിക്കും വിപ്പായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് പോർഷൻ എടുത്തൊന്ന് കുടഞ്ഞു നോക്കാം. ഒരു സ്പൂണിലോ എന്തിലെങ്കിലും ഒന്ന് കുടഞ്ഞു നോക്കാം. അപ്പോൾ താഴോട്ട് പോകുന്നില്ലെങ്കിൽ ഇത് വിപ്പായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് പിന്നെ ലൂസായിപ്പോവും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊരു ചെറിയ പോർഷൻ എടുത്ത് നമ്മുടെ കേക്ക് ബേസിലോ കേക്ക് സ്റ്റാൻഡിലോ തേച്ച് കൊടുക്കാം. ഇത് നമ്മുടെ കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് താഴത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് നല്ല മോയ്സ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫുള്ളായിട്ട് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കത്തെ ലെയറിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ലെയർ എടുത്ത് വെക്കാം. അതിൽ ഇതുപോലെ തന്നെ സിറപ്പ് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മിച്ചമുള്ള ക്രീം വെച്ച് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യാം. ഒത്തിരി പെർഫെക്റ്റായിട്ട് ചെയ്യേണ്ട, കാരണം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്ത് ഒന്നും കൂടെ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഒരു സ്ക്രാപ്പറോ വല്ലതും വെച്ചിട്ട് സൈഡും ഒന്ന് നമുക്കൊന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ബാക്കി പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ആയിരുന്നുകൊണ്ട് എൻ്റെ ക്യാമറ ഓഫായിപ്പോയി. അതായത് ഞാൻ തീർത്തെടുത്തു. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ ക്രീം അപ്ലൈ ചെയ്ത പോലെ തന്നെ ഞാൻ കുറച്ച് കളറും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് പൈപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്